അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മുട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ. മെഷർമെന്റ് കപ്പ് അളവിലാണ് അളന്നെടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെന്റ് കപ്പ് അളവില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ വന്നിട്ടെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ്, 1 കപ്പിന്റെ പകുതി 1/2 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കടലമാവ് എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നമ്മൾ ഏത് ഓയിലാണോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഓയിൽ തന്നെ എടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കടലമാവും അരിപ്പൊടി എണ്ണയായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ പൂട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ കിട്ടും. നമ്മൾ മാവ് പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് തിരുമ്മി പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. ഇത് പലഹാരത്തിന് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ മാവ് അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ 1 കപ്പ് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ചെറിയൊരു ലൂസേ ഉണ്ടാവാൻ പാടുള്ളൂ. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ കറക്റ്റായി. ടോട്ടൽ 3/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇത്രയും ലൂസായിട്ട് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് കട്ടിയായി പോകാൻ പാടില്ല. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 12 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. കുരു കളഞ്ഞ ഈന്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം എരിവില്ല. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുരുവെല്ലാം മാറ്റിയിട്ട് ഒരു പകുതി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അടിച്ചിട്ടെടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു സേവനാഴിയാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ ഞാൻ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റാറിന്റെ ചില്ല് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ സേവനാഴിക്കുള്ളിൽ ഇട്ട് കൊടുക്കുക. സേവനാഴിക്കുള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സേവനാഴിയുടെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. പിഴിഞ്ഞൊഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് വാഴയില വേണമെന്നുണ്ടെങ്കിൽ വാഴയില എടുക്കാം. എന്നിട്ട് ഈ മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ചെറിയ ചെറിയ മുറുക്കുകളായിട്ട്
തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് ഓരോന്നായിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറമാവണം. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ഇളക്കരുത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ഒരെണ്ണം മുറിച്ച് നോക്കുന്ന സമയത്ത് കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ തയ്യാറാക്കി വെച്ച ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. നല്ല പൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. കണ്ടാൽ ജിലേബി പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മസാല മുറുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്